ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സാമ്പാറും ഇഡ്ഡലിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാമ്പാർ എങ്ങനെ വെക്കാമെന്ന് ഞാൻ വെക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുക്കറിൽ പരിപ്പ് ഇട്ട് കഴുകി വൃത്തിയാക്കി ഒരു സ്പൂണൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് 3 വിസിൽ കേട്ടോ. അത് വേവണേൻ്റെ ഇടയിൽ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ മുറിച്ചു. അപ്പോൾ ഒരു 3 വിസിൽ പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ എയറൊക്കെ പോയി തുറന്ന് കഷ്ണങ്ങളെല്ലാം ഇട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്തിരി വെളിച്ചെണ്ണ, കറിവേപ്പിലൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. അത് 2 വിസിൽ വെന്ത് കഴിഞ്ഞാൽ നമ്മളൊരു തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി ഉടച്ചപ്പോൾ തേങ്ങ ഉടയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, അല്ല എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ മുഴുവൻ മുളകും മല്ലിയൊക്കെ ഇട്ടിട്ടുള്ള വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത്. പൊടിയല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം മല്ലി, ഉലുവ, കായം, മുഴുവൻ മുളക്, ചെറിയ ഉള്ളി ഒക്കെ കൂടെ ഇട്ട് എണ്ണ ചൂടാകുമ്പോൾ ആദ്യം കായത്തിന് വറക്കുക കേട്ടോ. നല്ല ഫ്രൈ ആകുമ്പോൾ മാത്രമാണ് ഇതിടുക, അല്ലെങ്കിൽ കായം നമുക്കിങ്ങനെ ചതുങ്ങി കിടക്കുകയുള്ളൂ. ഇത് നന്നായി അരയണമെങ്കിൽ നന്നായി ഫ്രൈ ആക്കണം. അതുപോലെ കരിക്കരുത് കേട്ടോ, നോക്കിയിട്ട് വേണം. അത് ഞാൻ പിന്നെ അതിങ്ങനെ എക്സ്പേർട്ടായ കാരണം കൊണ്ട് വേഗം അതിങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് തീ കുറച്ച് വെച്ചിട്ട് വേണം ബാക്കിയെല്ലാം വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മല്ലിയും ഉലുവയൊക്കെ ഇടുകയാണ്. പിന്നെ വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ട് ഫ്രൈ ആയതിൻ്റെ ശേഷമാണ് തേങ്ങ ഇടുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് ഇനി പതുക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സാമ്പാറിന് വറക്കാൻ. കാരണം സാമ്പാറിൻ്റെ മണം നമ്മൾ ആ വറക്കണയിലാണ് അറിയുക. വറുത്ത് കറക്റ്റായി വരുമ്പോൾ തന്നെ സാമ്പാറിൻ്റെ നല്ലൊരു മണം വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഷ്ണങ്ങൾ വെന്തിട്ട് ഞാൻ പാത്രത്തിനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇത്തിരി അധികം സാമ്പാർ വെക്കണമല്ലോ. അപ്പോൾ ഇത്തിരി വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണം ഇട്ട് തിളച്ചതിന് ശേഷം ഞാൻ മുരിങ്ങക്കായ ലാസ്റ്റാണ് ഇടുക കേട്ടോ. കാരണം കുക്കറിലിട്ട് ഞാൻ വെന്തൊരു ഭംഗിയില്ലാതെ ആവും. അപ്പം ഞാൻ വെണ്ടയ്ക്കൊക്കെ ഇടില്ല. അപ്പോഴും തന്നെയാണ് ഞാനും ഈ മുരിങ്ങക്കായ ഇടുക. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്തത്, കാരണം ഞാൻ മുരിങ്ങക്കായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അടുപ്പിലാണ് കേട്ടോ. കാരണം ഗ്യാസിൻ്റെ പ്രതിസന്ധിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇഡ്ഡലി ആയി കഴിഞ്ഞാൽ എനിക്ക് അതിൽ തന്നെ ചോറ് വെക്കാനും ഒക്കെ അതിൽ തന്നെ ഞാൻ ചോറും വെക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ വറുത്ത് വന്നത് അരച്ച് സാമ്പാറിൽ ഒഴിച്ചു. ഇനിയാണ് നമ്മൾ ഉപ്പ്, എരിവ്, കുറച്ച് നമ്മുടെ വാളംപുളി ഇല്ലേ അത് പിഴിഞ്ഞൊഴിക്കണം. എല്ലാം സെറ്റായതിൻ്റെ ശേഷം ഒരു അരമുറിയോ കാൽമുറിയോ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ. നമ്മുടെ എരിവ് പുളിപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. അതിനുള്ള മല്ലിയില മുറിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ സാമ്പാറിന് ടേസ്റ്റ് കേട്ടോ. അതുപോലെ ഒരുപാട് മല്ലിയിലൊന്നും ഇടരുത്. അത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ അവിടെ സെറ്റായി. അതിൻ്റെ ഇടയിൽ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഒരാവിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചായക്കട ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഫുഡ് നമുക്ക് ഇവിടെ തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കും, എന്നിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. അടുത്ത് തന്നെയാണ്. ഞാൻ അത് പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവുന്ന ഇഡ്ഡലി വേറെ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അടിച്ചു വാരൽ, തുടക്കൽ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ കഴിയുന്നുണ്ട് കേട്ടോ. പണികൾ അങ്ങോട്ട് വേഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ.